പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്ത് ആകമാനവും റേഷൻ വിതരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ മാസവും അതാത് മാസങ്ങളിലെ റേഷൻ ആനുകൂല്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. നമ്മുടെ റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ടും മഞ്ഞ, പിങ്ക്, നീല കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നു. പക്ഷേ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മാറുകയാണ്. റേഷൻ ആനുകൂല്യത്തിന് പകരം പണമായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ കൂടുതൽ അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ്, അതായത് ഈ 4 തരത്തിലുള്ള റേഷൻ കാർഡ് കൈവശമുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മൾ റേഷൻ ആനുകൂല്യത്തിന് പകരം പണമായി വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇതിൻ്റെ രൂപരേഖ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ആലോചനകൾ നടത്തി അവർക്ക് എന്താണ് പറയാനുള്ളത്, അതിനുശേഷം ഇത് കേട്ടുകൊണ്ടായിരിക്കും ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാവുക. 500 രൂപ വരെയൊക്കെ നമുക്ക് കൈകളിലേക്ക് ഓരോ റേഷൻ കാർഡിനും ലഭ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത്. അതായത് ഈ ഒരു നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ പ്രാഥമിക ഘട്ടം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരൊക്കെ ഈ ഒരു പദ്ധതി പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. ചില സമയങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങളിൽ ഗുണമേന്മ കുറവായിരിക്കും. ആ സമയത്തൊക്കെ പോലും നമുക്ക് ഈ ഒരു വൗച്ചറുകളോ അല്ലെങ്കിൽ പണമായിട്ട് കൈപ്പറ്റി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. ഒരു പക്ഷേ പല ആളുകളും ഈ ഒരു അർഹതപ്പെട്ട സാധനങ്ങൾ കൈപ്പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കറക്റ്റായിട്ട് പരിശോധിച്ച് അവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിനും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് തുടങ്ങിയ വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിൽ നിന്നും ജനങ്ങളെ മാറ്റുന്നതിനുമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് പ്രാഥമിക ഘട്ടത്തിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് മുൻഗണനാ ഗണത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും ഇത് പ്രാഥമിക ഘട്ടത്തിൽ നടപ്പാക്കുക. ഇത് സംസ്ഥാന തലത്തിലെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ അവരുടെ അഭിപ്രായങ്ങളോട് മാനിച്ച് മാത്രമായിരിക്കും ഈ ഒരു നടപടി പൂർത്തിയാക്കുക. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എതിരായിട്ടുള്ള അഭിപ്രായം വന്നാൽ പോലും കേന്ദ്ര സർക്കാർ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും നടപ്പാക്കാനുള്ള നടപടിയാവും ഉണ്ടാവുക. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും റേഷൻ വ്യാപാരികൾ, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ കാര്യം കൂടി നോക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത സർക്കാരിനുണ്ട്. മാത്രവുമല്ല, നമ്മുടെ സംസ്ഥാനത്ത് പല സമയത്തും ഇപ്പോൾ സുഗമമായ രീതിയിലല്ല പല സമയത്തും റേഷൻ വിതരണം നടക്കുന്നത്. പ്രത്യേകിച്ച് റേഷൻ വിതരണം 1-ാം തീയതി മുതൽ തന്നെ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ചില അവധികളുടെയൊക്കെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ റേഷൻ കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് 1-2 ദിവസം വരെ മുന്നോട്ട് പോകാറുമുണ്ട്. ഇതിൽ പല സമയത്തും പലയിടങ്ങളിലും പല റേഷൻ ആനുകൂല്യങ്ങളും കിട്ടാറില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങൾ നമുക്ക് നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് അനുസരിച്ച് എന്നുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന സാഹചര്യവും ചില മാസങ്ങളിൽ ചിലയിടങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ എത്താതെ പോലും ഇരിക്കുന്ന പല റേഷൻ ആനുകൂല്യങ്ങളുടെ സ്റ്റോക്ക് തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ ഒരു നടപടി വളരെ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. തത്വത്തിൽ ഇത് പ്രധാനമായിട്ടും കേരളത്തിലും വലിയ ഒരു നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.